കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്ലബ് ലൈസൻസ് പുതുക്കി നൽകാതെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ സ്റ്റേഡിയത്തിലെ പോരായ്മകൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ലൈസൻസ് നിഷേധിച്ചത്. പ്രശ്നം മറികടക്കാൻ നടപടി തുടങ്ങിയതായി കേരള ബ്ലാസ്റ്റേഴ്സ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. എല്ലാം കൊണ്ടും ദുരിതമായ സീസണിന് ശേഷം പ്രതീക്ഷയോടെ അടുത്ത സീസണിന് തയ്യാറെടുക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും തിരിച്ചടി. ദേശീയ ലീഗ് കളിക്കാനുള്ള ആദ്യ കടമ്പയായ പ്രീമിയർ 1 ക്ലബ് ലൈസൻസ് നിഷേധിക്കപ്പെട്ടു. ഹോം ഗ്രൗണ്ടായ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ പോരായ്മകളാണ് തിരിച്ചടിക്ക് പ്രധാന കാരണം. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും സുരക്ഷയിലെ ആശങ്കയും ചൂണ്ടിക്കാണിച്ചാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അപേക്ഷ തള്ളിയത്. കേരള ബ്ലാസ്റ്റേഴ്സ്, ഹൈദരാബാദ് FC, ഒഡീഷ FC തുടങ്ങിയ 7 ക്ലബ്ബുകൾക്ക് ലൈസൻസ് നിഷേധിച്ചു. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചതിലൂടെ ക്ലീൻ സർട്ടിഫിക്കറ്റോടെ ലൈസൻസ് നേടിയത് പഞ്ചാബ് FC മാത്രം. മോഹൻ ബഗാനും മുംബൈ സിറ്റിയും ഉൾപ്പെടെ 7 ക്ലബ്ബുകൾക്ക് ലൈസൻസ് അനുവദിച്ചത് ഉപാധികളോടെ. ലൈസൻസ് നിഷേധിക്കപ്പെട്ടവർക്ക് അപ്പീൽ നൽകാനും ഇളവ് നേടാനുമുള്ള അവസരവുമുണ്ട്. അതേസമയം ക്ലബിന്റെ നിയന്ത്രണത്തിന് അപ്പുറമുള്ള ചില കാര്യങ്ങൾ മൂലമാണ് ലൈസൻസ് നിഷേധിക്കപ്പെട്ടതെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. കലൂർ സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥരായ GCDAയുമായി നവീകരണത്തിന്റെ കാര്യത്തിൽ ചർച്ചകൾ നടക്കുകയാണെന്നും പ്രശ്നങ്ങൾ പരിഹരിച്ച ലൈസൻസ് നേടാനാവുമെന്നാണ് പ്രതീക്ഷയെന്നും ക്ലബിന്റെ വിശദീകരണം. പിഴയടച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് ലൈസൻസ് പുതുക്കാനാകുമെന്നും ISLൽ കളിക്കാനാവുമെന്നാണ് AIFFൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. മുമ്പും സമാന പ്രതിസന്ധിയുണ്ടായപ്പോൾ പിഴയടച്ച ബ്ലാസ്റ്റേഴ്സ് ഇളവ് നേടിയിരുന്നു. സ്പോർട്സ് ഡെസ്ക് 24.